So, guys, welcome to my channel OG Leviathan. So, ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എന്താണ് ഇതെന്റെ ഒരു ഗെയിം ചാനലാണ്, ചെറിയൊരു ചാനലാണ്. ഓക്കെ, അപ്പം ഞാൻ എന്നെ തന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഐ ആം ഫ്രം കേരള, മലയാളിയാണ്. അത് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഓക്കെ, അതുകൊണ്ട് സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിം എന്ന് വെച്ചാൽ റോബ്ലോക്സ് ആണ്. ഓക്കെ, റോബ്ലോക്സിലെ മിഡ് നൈറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. അപ്പൊ ആ ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ എൻ്റെ ബ്രദറും ഉണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ഫ്രണ്ടിന്റെ പേരാണ് സോറോ. സോറോ നല്ല റിയൽ നെയിം ഞാൻ പറയുന്നില്ല. ഓക്കെ, ഓക്കെ, ഇപ്പൊ എന്റെ ഫ്രണ്ടോട് ചാടി വന്നവരാണ് സോറോ. അപ്പൊ ഇവന് ചാനൽ ഉണ്ട്, പക്ഷെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഉടനെ ആക്റ്റീവ് ആവും. അപ്പം അവന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എന്റെ ബ്രദർ ഉണ്ട്. ഓക്കെ, എന്റെ ബ്രദറിന്റെ പേര് ഞാൻ പറയുന്നില്ല, അത് പിന്നെ പറയാം. ഓക്കെ, ഇതാണ് എന്റെ ബ്രദർ. അല്ലെ, ബ്രദറിന്റെ പേര് ഞാൻ പറയാം. ഓക്കെ, ബ്രദറിന്റെ പേര് ഹരി എന്നാണ്. ഓക്കെ, അപ്പം ഇവന്റെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പൊ തൽക്കാലത്തിന്, അത് അവന്റെ ചാനലിൽ പറയാം. ഓക്കെ, അപ്പം അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് വെയിറ്റ് ചെയ്യണം. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ പറ്റുന്നത്ര നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, ഓക്കെ, അപ്പം നമ്മുടെ ഗെയിം പ്ലേ ഇവിടെ തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഈ ഗെയിമിന്റെ പേര് മിഡ് നൈറ്റ് ഫ്ലൈറ്റ് എന്നാണ്. അപ്പം ഹലോ സോറോ. എന്തോ എന്തോന്ന് നടക്കുന്ന എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ആദ്യത്തെ വീഡിയോ ഒക്കെ അല്ലേ? അതെ അതെ അതെ, ഇതന്നെ ബനാന. ഓക്കെ ഗൈസ്, അപ്പം ഇതെന്നടാ ചെക്ക് ഇൻ ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഗെയിമിന്റെ ഇത് എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഫസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പം അതായത് നമ്മൾ ചെക്കിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചെക്കിൻ ചെയ്തു. അപ്പം റേഡിയോക്കകത്ത് എന്തോ തേങ്ങ പറയുന്നുണ്ട്, എന്തോ തേങ്ങയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ റീഡ് ദ റൂൾസ്. ഇവിടെ ഇവിടെ എന്നടാ നോക്കാം. വായിച്ചോ. നോ സ്ലീപ്പിംഗ് ഓൺ ദ ജോബ്. ഓക്കെ. എല്ലാം മനസ്സിലായി. സോറോ സെറ്റ് അല്ലേ? ടാക്സിയാ പണിന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഈസി. അവിടെ എയർപോർട്ടിൽ ആൾക്കാർ വരുന്ന ടിക്കറ്റ് കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ, വേറൊന്നും ഇല്ല ഇതില്. അയ്യേ, ഇത് ഹൊറർ ഗെയിം. നമ്മളെ മറ്റേ ഇതിനകത്ത് കൊടുത്തേക്കുന്ന സംഭവം ഹൊറർ ഗെയിം ആണ്. ഹൊറർ ഗെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചാ ഞാൻ നോക്കാം. നീ പോ. എടാ, ഹൊറർ ഗെയിം നിന്നെ പറ്റിച്ചോടാ. എനിക്ക് അറിഞ്ഞോടാ. ഗോശ അവിടെ പുറകെ നിൽക്കുന്നേ. ഗോജോ എടാ, പൈസ എടുക്കാതെ. എടാ, അത് ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾക്ക് വേണം. എടാ പുള്ളി ഗോജോടാ. നമ്മുടെ ഫ്ലൈറ്റ്, നമ്മുടെ എയർപോർട്ടിൽ ഗോജോ വന്ന്. പിന്നെ അല്ല ഗോജോ ഇല്ലേ ഗോജോ പുള്ളി ഇച്ചിരി കൂടുതൽ കാശ് എടുത്ത് വെക്കടാ. കാശ് എടുത്തോണ്ട് പോവാതെ കസ്റ്റമറിന്റെ കാശാ. പിന്നെ കസ്റ്റമറിന്റെ കാശ് വീട്ടിൽ പോടാ. താങ്ക്സ്. അപ്പൊ ഗൈസ്, എന്റെ ഈ വീഡിയോ അത്രയും അടിപൊളിയാവാതിരിക്കാം എല്ലാം നിങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ് മീ ഗെറ്റ് വൺ പ്ലീസ്. അവിടെ ഇവന്റെ മോഹം കണ്ടാലും അറിയാം ഇവൻ എന്തോ പ്രശ്നമുണ്ട്. എന്തോ പ്രശ്നം ഒപ്പിക്കാൻ വേണ്ടി വന്നേക്കുക. എനിക്കായിരിക്കും പ്രശ്നം, അങ്ങോട്ട് മാറുന്നില്ല. എടുക്കാൻ പറ്റില്ലേ? എല്ലാത്തിനും ഈ റോബ്ലോക്സ് എവിടെ തൊട്ടാലും ഗെയിം പാസ് ആണ്. ഭയങ്കര കസ്റ്റമറിന്റെ പൈസ ഇതിനകത്ത് എടുത്ത് വെക്കടാ. പെട്ടെന്ന് അവരെ പറഞ്ഞു വിട്. ഞാനാണോടാ മാറുണ്ട്. കസ്റ്റമർ ഗോജോ അങ്ങോട്ട് മാറി അടി വേണ്ട, മാറി പോടെ. ഗോജോ ഒക്കെ എന്റെ മുമ്പിൽ ഒരു തേങ്ങയല്ലെന്ന് ഞാൻ പറയത്തില്ല. പുള്ളിയുടെ മുമ്പ് ഞാനൊന്നുമല്ല. ഞാൻ പറഞ്ഞ ശരിയാ.
ഓക്കെ കഴിഞ്ഞു വാ പരിപാടി കഴിഞ്ഞു. വാ 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 വാ. പോയി താങ്ക്സ്. ഇനി എങ്ങോട്ടാ പോകണ്ടേ? ഗോ ടു ദ ഗേറ്റ്. അവിടെ ഒരു ആരോ കാണിക്കുന്നത്, അതിന്റെ പുറകെ പോകാം. ആ അങ്ങോട്ട് അതെ ഗോജൊക്കെ കയറി പോകുന്നുണ്ട്. ഹലോ ഗോജോടെ അണ്ണാ പുറകിലാണ്. സിക്സ് പാക്ക് കാണിക്കാവോ? ഇത് ഗോജോ ആണോ? എനിക്ക് അണ്ണൻ ആൾക്കാർ ഞാൻ അന്യൊന്നും കാണാത്തോണ്ട് എനിക്ക് അറിയത്തില്ല. എനിക്കറിയാം ഗോജോ. ഇത് ഞാൻ ചെയ്യാതെ എടാ മാറിയിരിക്കണം ഇത് ഞാൻ ചെയ്യും. അനിയനാന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ഫുൾ ഭയങ്കര ഇതല്ലേ സാർ. നിങ്ങളുടെ ടിക്കറ്റ് വാലിഡ് ആണ്. നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റിൽ സുഖമായിട്ട് ഫ്ലൈറ്റ് പോവാം. ഞാൻ ഫ്രീ ആയിട്ട് എന്റെ കൂട്ടുകാരൻ എന്നെ ഫ്രീ ആയിട്ട് കയറ്റിട്ടാക്ക്. ഞാൻ പോവാ. പിന്നെ എയർപോർട്ട്സ് എങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാടാ കയറുന്നത്? എന്ത് പറയുന്നത്? ഇങ്ങോട്ടാ ഹവായിട്ടാണ്. അങ്ങോട്ടാ ഹവായിക്ക് ചേച്ചി ന്യൂയോർക്കോ? ന്യൂയോർക്കിൽ എന്നാ ചേച്ചി പരിപാടി? ചേച്ചി പോടാ. പരിപാടി കാണുന്നത് ചോദിക്കാനൊന്നും പോകണ്ടേ. ചേച്ചി പോയി. ഓക്കെ നെക്സ്റ്റ് ആള്. എടാ പോടാ ആരൊക്കെ അവിടുന്ന്. ആ ചേട്ടാ എങ്ങോട്ടാ ചേട്ടാ? ചേച്ചിയുടെ കൂടെ ന്യൂയോർക്കിൽ പോവാണോ? ഏത് ആ ന്യൂയോർക്കിൽ തന്നെ ആടാ. ഓ ചേച്ചിയുടെ പുറകെ പോവാൻ തോന്നുന്നു. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഗോജോ. അളിയാ വാളിയാ അളിയന്റെ കൈയെല്ലാം കണ്ടെന്ന് അരപ്പ് പിടിച്ച് ഒറ്റ ഇടി മതി തെറിച്ചു പോകും. ഗോജോ ഉമ്മാരൊന്ന് അടിച്ച് തെറിപ്പിക്കാവോ? എല്ലാരും ന്യൂയോർക്കിലാണല്ലോ. ഓ ശരി. എടാ നമ്മൾ കാര്യം മറന്നുപോയി. ഈ ഫ്ലൈറ്റ് ന്യൂയോർക്കിലല്ല പോകുന്നേ. അപ്പൊ ഈ ന്യൂയോർക്കിലേക്കല്ലേ പോകത്തുള്ളൂ. ടൈം ഒക്കെ ഉണ്ട്. ചേച്ചി ചേച്ചി കേറി ചേച്ചി. ചേച്ചിയെ പുറത്തിട്ട് കൂട്ടി. ചേച്ചി കേറിയില്ലടാ. ഇത് തല പോയോ? ഓക്കെ അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് പറക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ. ഓ ഇവിടെ എല്ലാരും മിണ്ടായിട്ടോ. ഫ്ലൈറ്റ് പറക്കുമ്പോൾ മിണ്ടായിരിക്കണം എന്നാണ് എല്ലാരും പറയുന്നത്. ഓ ഫ്ലൈറ്റ് വളർന്നു. അവർ ഫ്ലൈറ്റ് വാസ് സക്സസ്ഫുള്ളി ടേക്ക് ഓഫ്. ഞാൻ പിന്നെ പണ്ട് റിമൂവ് യുവർ സീറ്റ് ബെൽറ്റ്. ഓക്കെ എടാ ഇത്രയും വലിയ ഫ്ലൈറ്റിനകത്ത് 5-6 പേരേ ഉള്ളൂ. ഒന്ന് ഓർത്ത് നോക്കി. അയ്യോ നട്ടക്കച്ചവടമാണ്. ശരിയാ കേട്ടോ. ഇതെന്നാ വലിയ ഫ്ലൈറ്റ് ആയിരുന്നേ. അതിനകത്ത് എന്നാ പിന്നെ ഇവർക്ക് ഒന്നിച്ചിരിക്കാൻ പാടില്ല. നമുക്ക് എളുപ്പമാവത്തില്ല. ഇതല്ലേ ഒരാള് ഇടുക്കിയിലാണ്, മറ്റേ ആള് കണ്ണൂരാ പോയിരിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മളെല്ലാവർക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ പിന്നെ എന്നാടാ സംഭവം? ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ അറിഞ്ഞൂടാ എന്നാ സംഭവം. ഓ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത്. സാറേ ഗോശൊക്കെ പോണ പോക്കുണ്ട. ഓ എന്തൊരു പോക്കടാ. സ്ഥലം മഞ്ഞൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സ്ഥലത്ത് തന്നെ വന്ന് എത്തിയാ തോന്നുന്നു. നമ്മുടെ സ്ഥലത്ത് മഞ്ഞില്ലല്ലോ. പോടേ എടാ ന്യൂയോർക്കാടാ തമ്പി. ഇത് വേറെ സ്ഥലം. ഒരു കുഴപ്പമില്ല. സന്തോഷം. ഇതെടാ അടുത്ത ആൾക്കാരുണ്ട്. എടാ ഗോജോക്ക് എങ്ങോട്ടാ? എടാ ഗോജോയ്ക്ക് എന്തോ പവർ ഉണ്ടാ. പുള്ളിക്കാരനൊക്കെ മാഞ്ഞു പോകുന്നു. എടാ ഈ ഗെയിം ഫുൾ ആൾക്കാരാണോടി. അവഞ്ചേഴ്സ് അനിമി എല്ലാം ഉണ്ടല്ലോടാ. വേറെന്താ പടം എടുക്കുന്നേ?
അണ്ണാ വല വിട്ട് കാണിക്കാവോ? അണ്ണ അവന് ഇതിലോട്ട് പവർ വന്നിട്ട് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് അണ്ണന് പവർ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് മേലോട്ട് പറന്നു പോകാൻ പറ്റിയിരിക്കുമല്ലേ? ഇവിടെ ഇത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ നൈസ്. ഇതിപ്പോ നമ്മള് ഈ മണ്ടലോട്ട് കയറണം. വരണല്ലേ പോന്നേ. എന്നാലും ഓ മൈ ഗോഡ്. എടാ ഇനി ഞാൻ ചെയ്യും ഇത് ഞാൻ ചെയ്യും ചെയ്തോടാ. എന്താണ് സ്പൈഡർമാൻ ആ ചെയ്യും? പറഞ്ഞു. കസ്റ്റമറോട് ഇങ്ങനെയാ സംസാരിക്കുന്നത്. അണ്ണാ പറന്ന് കാണിക്കണ്ട. എല്ലാരും ന്യൂയോർക്കിലോട്ടാ പോന്നേന്ന് തോന്നുന്നു. ന്യൂയോർക്കോ? എടാ ഈ ഫ്ലോറിഡക്കാണോ? ന്യൂയോർക്ക് ഫ്രം ന്യൂയോർക്ക് ടു ഫ്ലോറിഡ. ഫ്രണ്ടിൽ നിന്ന് മാറിക്കേ. ആണ്ടോ പുറത്ത് എലിയൊക്കെ വെച്ചോണ്ട് വരുന്നത്. നമ്മള് വന്നത് ഫ്ലോറിഡ എന്നാ. അണ്ണാ എലിയെ ഒന്നും ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റത്തില്ല. ഇതിന് പ്രത്യേക ഇത് വേണം. അണ്ണ എന്നെ പറയുന്നേ എലിയെ ഒന്നും ഫ്ലൈറ്റിനകത്ത് കയറ്റാൻ പറ്റുമെന്ന് അണ്ണ വിചാരിക്കണ്ട. അണ്ണ വീട്ടിൽ പോകുന്ന പുള്ളിയെ കയറ്റി കിട്ടാ. അണ്ണ കേറി പോലെന്ന് അണ്ണ ഇറങ്ങി വന്ന ഏതാ ഈ ചേച്ചി? ചേച്ചി ഇവിടെ അല്ല. ഡോറിനെ ഉമ്മ ചോദിക്കുന്നു. ചേച്ചി അങ്ങോട്ട് ആകട്ടെ. അവിടെ എന്തോ പ്രശ്നം കേട്ടാ. ന്യൂയോർക്കിൽ പോയിട്ട് ചിക്കൻ നിന്റെ പല്ലിന്റെ കുടുങ്ങി ചാറ് തിളങ്ങി നിൽക്കുന്നു. എന്റെ അമ്മ തെറ്റുവാണ്. ഹലോ കസ്റ്റമറെ ഇങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾ കിടക്കി കയറിയില്ല. കസ്റ്റമർ കഴിഞ്ഞടാ വാടാ. പിന്നെ ഇതാരാ? അയ്യോ സുഖല്ലേ? ഈ പുള്ളി എത്ര നേരം കണ്ടില്ലല്ലോ. പുള്ളി കാര്യത്തിലാടാ. ബോർഡിംഗ് പാസ് പുള്ളിക്കാരൻ പാസ് തന്നിട്ടുണ്ട്. നോക്കട്ടെ. അയ്യോ ഇത് ഇൻവാലിഡാടാ. പുള്ളി ഏതാ നീ ഇറങ്ങി പോയാ പുള്ളിയുടെ ദേഷ്യത്തിൽ നമ്മൾ ഇനിയും കാണുമെന്ന്. പിന്നെയും കാണാം. സോറി ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഇറങ്ങി പോടാ. അവൻ ടിക്കറ്റ് ഇൻവാലിഡ് ആയതുകൊണ്ട് എന്നെ നമ്മൾ ഉണ്ടാക്കാൻ തന്നേക്കുക. അല്ല പിന്നെ ഇതെന്നാ പറയാ ചേച്ചി അവിടെ നിൽക്കുക. ഓക്കെ അപ്പൊ നമ്മള് പിന്നെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഓ നാലോ തന്നെ ആയിരിക്കുമല്ലോടാ ഇൻവാലിഡ് ആന്ന് പറഞ്ഞേ. സെക്യൂരിറ്റി കാരെന്നൊക്കെ ഓക്കെ അപ്പൊ പിന്നെ ചിപ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ചിപ്സ് കൊടുക്കണെങ്കിൽ കൂട് ഇവർക്ക് അടുത്തടുത്ത് ഇരുന്നൂടെടാ. ഇവർക്ക് അടുത്തടുത്ത് അത് ശരിയാണല്ലോ. സീറ്റ് ബുക്ക് ചെയ്തേക്കുമല്ലേ. ചിപ്സ് ചേച്ചി ഹാപ്പിയായി. ചേച്ചി ഭയങ്കര ക്യൂട്ടാ. പാർക്കും ചിപ്സ് വേണ്ടേ? എന്തൊരു കഷ്ടമാണ്. ജ്യൂസ് കൊടുത്തു കഴിഞ്ഞ ആൻസർ എന്താ കമ്മിങ് ഫ്രം ആര് വരുന്നു? എന്റെ കോളോ സംതിങ് wrong. Attention passengers. ആരും പേടിക്കണ്ട. നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ട് നിങ്ങൾ രക്ഷിക്കും. അത് വേറെ കാര്യം. അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. ഇവൻ രക്ഷിച്ചോളൂ. ഇവന്റെ ജീവൻ അവൻ പണയം വെച്ചോളൂ. ഏത് ബാങ്കിലാടാ? അങ്ങനെയൊന്നുമല്ല. ഞാൻ വാക്ക് പറഞ്ഞ തിരിച്ചെടുത്തിരിക്കുന്നു. പ്രിപ്പയർ ടു ലാൻഡ്. ഓക്കെ അപ്പൊ എല്ലാരും പ്രിപ്പയർ ചെയ്തിരിക്കുക. ലാൻഡ് ചെയ്തോണ്ടിരിക്കുക. We have safely made it. Thank you for flying with us. Okay. ഇപ്പൊ അവരിറങ്ങി അത് തന്നെ ഇരിക്കുന്ന ചേച്ചി ഫ്ലൈറ്റിനകത്ത് കയറിയില്ലായിരുന്നല്ലോ.
പേടിച്ചു പോയി പെട്ടെന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോ. അത് തന്നെ നേരത്തെ എനിക്ക് പറ്റി. അതിനെ പറ്റത്തില്ല സോറോ. അയ്യേ സാരിയില്ല സോറോ. അതിന്റെ മണ്ടല് ചാടാൻ നോക്കിയതാ. അയ്യേ. പിന്നെ മറ്റേത് ഞാൻ സ്റ്റാർട്ടും ചെയ്തോ മറ്റേ ഞാൻ ചെയ്യില്ല. ഗായ്സ് അപ്പൊ നമ്മള് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് ജോലിന്ന്. നൈറ്റ് 2 ഇനിയുണ്ടോ? എടാ ഇതെന്താടാ ഇത്? ഇനിയുണ്ടാ? ഇല്ലേ ഇത് ഹൊറർ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഹൊറർ. ആ ഒരു പുള്ളി വിളിച്ചു ഐ ആം കമ്മിങ് ഫോർ യു എന്ന് പറഞ്ഞു. അത്രേ ഉള്ളോ? ആർക്കറിയാം. ഇവിടെ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ്. ചെക്ക് ഇൻ ചെയ്യാൻ പോവാം. പണിയെടുക്കണം. അപ്പൊ ഗൈസ് പല്ലുമുറി പണിയെടുത്ത എല്ലുമുറുകെ പണിയെടുത്താ പല്ലുമുറുകെ തിന്നാ. പല്ലുമുറി എല്ലാം എടുത്താ തിന്നല. എല്ല് മുറിയാ പല്ലെടുത്താൽ എല്ല് മുറിയാ പണിയെടുത്താ പല്ല് മുറിയാ തിന്നാം. അത് തന്നെ. അയ്യോ ചേച്ചി ഇത് പറ്റി കളിച്ചേ. മിസ്റ്റർ ബീസ്റ്റോ ഹലോ കേക്കാവോ? കേക്കാം കാര്യം വരുതേ. അയ്യോ ഞാൻ എടുക്കട്ടെടാ നല്ല രസമാണ്. ഞാൻ എടുക്കട്ടെടാ. ഇതാരാ ഇത്? റെയിൻബോ ഫ്രണ്ട്സ് അല്ലേ? അണ്ണാ നിങ്ങളുടെ എല്ലാ വീഡിയോസ് നിങ്ങളുടെ ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ട് റോബ്ലോക്സിനകത്ത്. അടിപൊളിയാട്ടോ. ഓഹോ 98 ഡോളർ. അണ്ണന്റെ ഇതും കൂടെ വാങ്ങും, ഓട്ടോഗ്രാഫും കൂടെ വാങ്ങുന്ന. മേടിക്കണമെന്നുണ്ട് പക്ഷെ ഗെയിം ആയിപ്പോയില്ല. എന്തോ ചെയ്യാനാണ്. ചേച്ചി ജ്യൂസ് ഒക്കെ ആയിട്ടാണോ വന്നേ? ചേച്ചി എല്ലാം കുടിച്ചിട്ട് ഫ്ലൈറ്റിൽ കയറിയാ മതി കേട്ടാ. അത് തന്നെ. ഫ്ലൈറ്റ് അങ്ങനെയൊന്നും കരുതില്ല. നേരത്തെ ആണെങ്കിൽ ഒരുത്തൻ പെടലിയിൽ പെടലിയിൽ എന്തോ വെച്ചിട്ട് വന്ന എലി എടുത്തോണ്ട് വന്നു. ഇതിന് സ്കൂളിൽ നിന്ന് എടാ എന്ത് ഒളിച്ചോട് പോണ സ്കൂളിൽ നേരെ വന്നേക്കുന്നത്. യൂണിഫോം ഒക്കെ ഇട്ടുണ്ടോ ചേച്ചി? ലിപ്സ്റ്റിക്കും കണ്ണാടി ഇട്ടിട്ടുണ്ട്. കൊള്ളാട്ടോ. ചേച്ചിയുടെ മുഖത്തിനേക്കാളും വലിപ്പമാണല്ലോ കണ്ണാടി. ആലോചിച്ചുള്ളൂ. ഓക്കെ അടുത്ത റെയിൻബോ ഫ്രണ്ട്സ്. ക്യാഷ് എടുത്തോണ്ട് പോവാടേ. അത് എനിക്ക് വേണം. അത് എനിക്ക് അവകാശപ്പെട്ട റെയിൻബോ ഫ്രണ്ട്സ്. കുഞ്ഞാവയൊക്കെ ഉണ്ടല്ലോ. തോളത്ത് കുഞ്ഞാവയുണ്ട്. കുഞ്ഞാവയുടെ കണ്ണും പോയിരിക്കും. എന്നാ ക്വസ്റ്റ്യൻ? ഇയാളാണോടാ പ്രേതം? എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഇയാളെ കണ്ണിങ്ങനെ അതിനൊന്നും വിചാരിക്കാൻ പാടില്ല മോനെ. പുള്ളി പാവാടാ. പുള്ളിയുടെ മുഖം കണ്ടാലേ അറിയാം പുള്ളി എന്ത് മാന്യനാണ്. അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. എങ്ങനെ പുള്ളി മാന്യനാണോ? മാന്യനായിരിക്കും. 35 സെക്കൻഡ്. സമയം പോകുന്നു പെട്ടെന്ന്. ഒരുത്തിന് ജ്യൂസ് മാത്രമേ ഉള്ളോ? ജ്യൂസ് മാത്രം. ഞാൻ കൊണ്ടുപോവാ. എന്നാ കൊണ്ടുപോ. അപ്പൊ ഗൈസ് ദേ കൊടുത്തോണ്ടിരിക്കണേ ജ്യൂസ്. ഓക്കെ പെട്ടെന്ന്. ഓക്കെ ഗൈസ് അപ്പൊ എല്ലാം റെഡിയായി. അങ്ങ് നേരെ പോകാൻ പറയുന്നത് എങ്ങോട്ടെങ്കിലും. പേടിയാണോ? അയ്യോ എന്റെ കുഞ്ഞുമോനെ ഭയങ്കര പേടിയാണോ? ഫ്യൂസ് പോയത് അതിന് ഫിക്സ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പോടാ ആളെ പേടിപ്പിക്കാനായിട്ട് അവന്റെ ഒരു എന്നായിരുന്നു കൊച്ചുമോനും കളിക്കാൻ ഭയങ്കര. 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് എന്താ ഉണ്ടായേ? അയ്യോ ആരാടാ? സ്പൈഡർമാനോ? ഫ്ലൈറ്റ് ക്രാഷ് ആകാൻ പോകുന്നു. എടാ നേരത്തെ സ്പൈഡർമാനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത് ഒരു ഉടായിപ്പായിരിക്കുമെന്ന്. സ്പൈഡർമാൻ അറ്റൻഷൻ എവരിവൺ. പോയി ഇരിക്കണ്ടേ? One of the engine having trouble. Engine trouble. We will make you emergency landing. എങ്ങോട്ടാണ്? അയ്യോ എനിക്ക് പേടിയാണ്. ഓടിക്കോളാം. അയ്യോ ഇരിക്കടാ. എങ്ങോട്ടും എടാ ഒരുമിച്ചിരി എങ്ങോട്ടും.
അമ്മേ എല്ലാം പോയി. അയ്യോ അയ്യോ പോയി പോയി എല്ലാം കഴിഞ്ഞു എല്ലാം ചത്തേ അയ്യോ ഹലോ എന്തോ എടാ എടാ അയ്യോ നമ്മളെ അവൾ ഫൈറ്റ് ഇവിടെ വി ആർ അലൈവ് അയ്യോ ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടു ഇതാണ് വീട് കസ്റ്റമർ എത്തുന്ന തോന്നേ ഈ നടുവിലോട്ട് എടാ കസ്റ്റമേഴ്സിന് ഓടിയാ വീണോട്ട് കയറ് അയ്യോ ചേട്ടാ ഹലോ ഞാൻ വരുന്നു ഹലോ ഇതെന്താ ഗണ്ണൊക്കെ ഇരിക്കുന്നേ ഹലോ ഹലോ ഗണ്ണൊക്കെ ഇരിക്കുന്ന എടുക്കാൻ പറ്റുമോ ഇല്ല എടുക്കാൻ പറ്റുമോ റവസ് എടുക്കാൻ തന്നെ കിട്ടും എന്റെ 5 പൈസ ഇല്ലേ കഥ പറഞ്ഞ ഞാൻ അകത്തോട്ട് കയറി എടാ, കുറച്ചൊരു ഫോൺ ഉണ്ടായി യൂസ് ചെയ്യും നമ്മളെ അകത്തോട്ട് കയറി തരുന്നു പുള്ളി ഭ്രാന്താ എന്റെ പൊന്നേ ആ ആ റിങ്ങി ഹലോ കേക്കാമോ ഹലോ 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 പോലീസേ എടാ ഫോൺ ആരെങ്കിലും ഇടറാ ഫോൺ ഇടറാ ദിസ് ഈസ് പോലീസ് ആ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേഷൻ സാറേ ഞങ്ങളിവിടെ ബ്രേക്ക് സാറേ അയ്യോ പ്ലെയിൻ ക്രാഷ് ആയി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഹെൽപ്പ് ചെയ്യണേ കഷ്ടമുണ്ട് അയ്യോ പ്ലീസ് റിമയോ എടാ പച്ച അയ്യോ എങ്ങോട്ടാ എടാ പോണ്ടേ സർവൈവ് ചെയ്യും ഇതിലേക്ക് കറങ്ങി നടക്കടാ എന്താ പറയാ വരുന്നേ സർവൈവ് 51 സെക്കൻഡ് 50 സെക്കൻഡ് സർവൈവ് ചെയ്യണം ഗൈസ് എങ്ങനെയാണ് നമുക്ക് സർവൈവ് ചെയ്യണം എങ്ങനെ സർവൈവ് ചത്താക്കരുത് എന്നെ കൊന്നാക്കരുതേ ദൈവമേ ഞാൻ എങ്ങനെ ജീവിച്ചു വെക്കോളാം എന്നെ കൂടെ വരരുതേ നിങ്ങളുടെ പറയാ വരുമായിരുന്നു പുള്ളി എന്നാ പിന്നെ എനിക്ക് മേടിക്കാനില്ല ഞാൻ എവിടെ അയ്യോ ദൈവമേ കൂടെ ഉള്ളൂ ഹരിയുടെ തൊത്തു പറയും അയ്യോ എന്നെ രക്ഷിക്കണേ അളയാ കഥ ഓർക്കളിയാ കഥ ഓർക്കളിയാ ഹരി 20 സെക്കൻഡ് നീ വെയിറ്റ് ചെയ്യടാ അയ്യോ എടാ 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 അവന്റെ ഹെൽത്ത് കുറയുന്നു അയ്യോ എന്റെ അടുത്താ വരുന്നേ അയ്യോ ലോബി ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം വീഡിയോക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നറിയാം. ഞങ്ങൾ മാക്സിമം ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് അടിക്കുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ അവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അവന്റെ ചാനൽ വീഡിയോ വരുന്നതായിരിക്കും, നാളെ തൊട്ട്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോറി എപ്പോഴെപ്പോഴും പറയുന്നതിന് സോറി. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് അഗൈൻ ഞാൻ പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ഹാവ് എ നൈസ് ഡേ ഗൈസ്, ബൈ.